പഴയ മോഡൽ മേടിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, ഫോം ടാങ്ക് വേണം, അങ്ങനത്തെ സാധനമാണ്. പുതിയ മോഡൽ മേടിക്കുമ്പോൾ ഇതൊക്കെ മൾട്ടി കണക്ടിവിറ്റിയാണ്. ഇതെല്ലാം നമുക്ക് ഈ ലിഫ്റ്റിലെങ്കിലും അണ്ടർ വാഷ് ചെയ്യുന്ന സാധനം മേടിക്കാം, ബോം ഗൺ കണക്ട് ചെയ്യാം, നോസിൽ സെപ്പറേറ്റ് മാറ്റാൻ പറ്റും. അപ്പോൾ തന്നെ ഫോം ടാങ്ക് വേണ്ട, ഫോം ലാൻസ് ഉണ്ട്, അണ്ടർ ബോഡി വർക്ക് ചെയ്യാൻ ലിഫ്റ്റ് മാത്രം വേണ്ട. അപ്പം മൾട്ടി കണക്ടിവിറ്റി. നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലിഫ്റ്റ് വേണം ലിഫ്റ്റ് ആക്കാം, കുറച്ച് വേണം കുറച്ചാക്കാം. മനസ്സിലായില്ലേ? മൾട്ടി കണക്ടിവിറ്റി. ഇത് നമുക്ക് മൂവബിൾ ആക്കാൻ പറ്റും. മറ്റേ മെഷീൻ നമുക്ക് മൂവബിൾ ആക്കാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് കംപ്രസറും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ സേഫ്റ്റി, അതായത് പ്രഷർ വാഷൊക്കെ ചെയ്യുമ്പോൾ ഹൈ പ്രഷറൊക്കെ അടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, നന്നായിട്ട് കയ്യും കൊണ്ടുവയ്ക്കരുത്. കൈയൊക്കെ ചിലപ്പോൾ ഹോളാവും, തൊലി പോവും. പണ്ട് ഈ സിംഗിൾ പ്ലഞ്ചർ യൂസ് ചെയ്ത ഭായിമാര് വന്നിട്ട് പുതിയ മെഷീൻ യൂസ് ചെയ്യില്ല, പേടിയാണ്. അവരിങ്ങനെ പിടിച്ചടിച്ചിട്ട് പരിചയമാണ്. അവരെ കൈ അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താവില്ല, അത് പവർ കുറവാണ്. പക്ഷെ ലേറ്റസ്റ്റ് 90 ബാർ മുതൽ 150 ബാർ പ്രഷർ വരെ ഉണ്ട്. ഏതിന്? ട്രിപ്ലസ് പ്ലഞ്ചറിന്. അതെങ്ങാനും കൈ എടുത്തുകൊണ്ട് വെച്ചാൽ തെറ്റിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ലിഫ്റ്റ് വെക്കുമ്പോൾ മിനിമം 8 മുതൽ 9 അടി താഴത്ത് കുഴി വേണം. 4x4 വീതിയിൽ എന്തൊക്കെയാ കുഴി എടുത്തിട്ട് വേണം ചെയ്യാൻ. കോൺക്രീറ്റ് ഇടണ അടിയിൽ, എന്നിട്ട് സെറ്റ് ചെയ്യുക.